ഹലോ കൂട്ടുകാരെ, ഇന്നാണെങ്കിലേ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ആണെങ്കിൽ ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് പോർഷൻ ചെടി വെച്ചിരിക്കുന്ന അതങ്ങ് അലങ്കോലപ്പെട്ട് കിടക്കുകയാണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്നും വൃത്തിയാക്കി മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല ഷെയ്ഡുള്ള പ്ലേസാണ്. കാർ ഷെഡും പിന്നെ ഒരു നൊച്ചി മരവും ഒക്കെ നിൽക്കുന്ന പാലയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം ഷെയ്ഡ് കിട്ടുന്ന സ്പേസാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ചെടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇത് ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് പൂക്കുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് പിന്നെ വെയിൽ കുറഞ്ഞ ഭാഗത്ത് വെക്കുന്ന ഇലച്ചെടികളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ചെടികളൊക്കെ ഞാൻ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് പന്നലായി നിൽക്കുന്ന കുറേ ചെടികളൊക്കെ മാറ്റിയിട്ട് അതിനകത്തോട്ട് ഞാൻ വേറെ ചെടികൾ റീപോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കേ ഇവിടെ എല്ലാം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ചവറുകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഇലകളെല്ലാം വീണ് ആ ചെടിച്ചട്ടിയുടെ ഇടയിലെല്ലാം ഇലയെല്ലാം വീണ് നാശമായി കിടന്നേ കേട്ടോ. അപ്പം ഞാൻ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ, നല്ലപോലെ തൂത്ത് വൃത്തിയാക്കി എടുത്ത് കേട്ടോ. ഇനിയാണെങ്കിലേ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചെടികളൊക്കെ ഞാൻ ഒഴിവാക്കിയെന്ന്, ആ ചട്ടികളൊക്കെ ഒഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും വെറുതെ വെക്കണ്ട, പിന്നെ അതിൻ്റെയൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ പറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് റീപോർട്ട് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ എൻ്റെ ചൈനീസ് വാത്സ്യത്തിൻ്റെ ചെടിച്ചട്ടിക്കകത്തെ വേറൊരു ചെടി, ഒരു ലീഫ് പ്ലാന്റ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വളർന്ന് വരുന്നതേ ഇല്ല, ചൈനീസ് വാത്സ്യം നിൽക്കുന്നതാണ്. അങ്ങനെ ഞാനാണെങ്കിൽ ആ ചൈനീസ് വാത്സ്യം അതിനകത്ത് നിന്ന് അങ്ങ് ഒഴിവാക്കി കൊടുത്തു കേട്ടോ. അപ്പം എന്താണ്ടേ ഒരു റെഡ് ലീഫുള്ള പ്ലാന്റാണ്. എനിക്കിതിൻ്റെ കലാത്തിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുള്ള ചെടികളാണ്. എനിക്കിതിൻ്റെ ഒന്നും പേര് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഇലയുള്ള ചെടി കേട്ടോ. നല്ല റെഡ് കളറിൽ പിന്നെ ഇല വരുന്ന ചെടി കേട്ടോ. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ ഇതിൽ കൊണ്ടുവച്ചിട്ട്, പക്ഷേ ഇത് അതിൻ്റെ കൂടെ നിന്നാണ് ഇതൊന്നും വളരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുത്ത് കുറച്ച് മണ്ണാക്കിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഇനിയാണെങ്കിൽ ഇതാണ്ട് ഇതിൻ്റെ പേരും എനിക്കറിയത്തില്ല കേട്ടോ. അതൊരു കൊച്ചു കലത്തിനകത്താണ് ഞാൻ നട്ട് വെച്ചിരുന്നത്. അതിനകത്തുനിന്ന് കുറേ തൈകളുമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ മദർ പ്ലാന്റ് അത് കേട്ടോ. അപ്പോൾ ആ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കുറച്ച് തൈകളൊക്കെ ഒന്ന് വിടുവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ അങ്ങ് വലിയ പോട്ടിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. കൊച്ചിതിനകത്ത് നിന്നിട്ടേ അധികം കൊച്ചു ചെടികളൊന്നും അതിൽ നിന്ന് മുളച്ച് വരുന്നില്ല കേട്ടോ, സ്പേസ് കുറവല്ലേ. അപ്പോൾ ഇതിനകത്താകുമ്പോൾ ഇനി നിറച്ച് തൈകൾ വന്ന് നല്ല ബുഷായിട്ട് വരും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് എടുത്തില്ലേ, അതും കൂടെ ഞാൻ ഒരു കൊച്ചു പോട്ടിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലുതാകുമ്പോൾ നമുക്ക് റീപോർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ താണ്ട് പിന്നെ ഞാൻ എൻ്റെ ചെടികളെല്ലാം ഒന്ന് ഇലകളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത്. ഇതൊരു അരയിലിയ പ്ലാന്റാണ് കേട്ടോ. പിന്നെ മണി പ്ലാന്റ്, അങ്ങനെയുള്ള കുറച്ച് ചെടികളേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഒരുപാട് സ്പേസ് ഇല്ല ചെടികൾ വെക്കാനേ, അത് തന്നെയാണ് ഞാൻ കൂടുതലും ചെടികളൊന്നും മേടിച്ച് വെക്കാത്തത് കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ ഇതാ ഇവിടെ ഒന്ന് കഴുകി വൃത്തിയാക്കി, ഇവിടെ നിറച്ചങ്ങ് ചെളിയും അതൊക്കെയായിരുന്നേ. അങ്ങനെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് അവിടെ എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി. ഇനി നമുക്കിതെല്ലാം ഒന്ന് പറക്കി അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. പുതിയ ചെടികളൊന്നുമില്ല, പഴയ ചെടികൾ തന്നെ ഞാൻ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അവിടെ ആണെങ്കിൽ ഇനി ഫ്ലവറിങ് പ്ലാന്റ് ഒന്നും അധികം വെക്കുന്നില്ല. വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാത്രം ഞാൻ 2 ഫ്ലവറിങ് പ്ലാന്റ് വെക്കുന്നുണ്ട്. ബാക്കി എല്ലാം ലീഫി പ്ലാന്റ്സ് ആണ് വെച്ചത്. അധികം വെയിൽ വേണ്ടാത്ത പ്ലാന്റുകളാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനൊന്നും അധികം വെയിൽ വേണ്ട. പിന്നെ ഞാൻ അവിടെ എല്ലാം അങ്ങ് മുറിച്ചിട്ടതെല്ലാം അങ്ങ് വൃത്തിയാക്കി കളഞ്ഞേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. താങ്ക് യു.